അടുത്തായിട്ട് തിയറം 5.20. Let T be a linear operator on a finite dimensional vector space V. If U is a non-trivial T invariant subspace of V, then the characteristic polynomial of T restricted to U divides the characteristic polynomial of T. If U and W are non-trivial proper T invariant subspace of V such that V is equal to U direction W, then the characteristic polynomial of T is the product of the characteristic polynomials of T restricted to U and that of T restricted to W. അപ്പോൾ യു എന്ന് പറയുന്നത് ഒരു ടി ഇൻവേരിയൻ്റ് സബ്സ്പേസ് ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ടി റെസ്ട്രിക്റ്റഡ് ടു യു എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ടിയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യും എന്നാണ് ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി യു മീൻ നോൺ ട്രിവിയൽ പ്രോപ്പർ സബ്സ്പേസും ബി ഈക്വൽ യു ഡയറക്ഷൻ ഡബ്ല്യു ആണെങ്കിൽ ദെൻ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ടി എന്ന് പറയുന്നത് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ടി റെസ്ട്രിക്റ്റഡ് ടു യുവിൻ്റെ ടി റെസ്ട്രിക്റ്റഡ് ടു ഡബ്ല്യുവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റാണ്. ഇതാണ് ഈ തിയറത്തിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രൂഫ് നോക്കാം. ഇഫ് യു ഈക്വൽ ടു വി ദെൻ ദർ ഇസ് നത്തിങ് ടു പ്രൂവ്. യു മീൻ സെയിം ആണെങ്കിൽ സബ്സ്പേസ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. യു മീൻ സെയിം ആണെങ്കിൽ രണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സെയിം ആയിരിക്കും. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നതിനോട് അത് ഡിവൈഡ് ചെയ്യുമല്ലോ, അത് തന്നെയാണ്, അത് അതിനെ ഡിവൈഡ് ചെയ്യും. അസ്യൂം ദാറ്റ് യു ഈസ് എ പ്രോപ്പർ സബ്സ്പേസ് ഓഫ് വി. ഓക്കെ, യു എന്ന് പറയുന്നത് വിയുടെ പ്രോപ്പർ സബ്സ്പേസ് ആണെന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് ഇ നോട്ട് ഈസ് ഈക്വൽ ടു യു വൺ കോമേഴ്സ് യു കെ ബി എ ബേസിസ് ഫോർ യു. ഇ നോട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ യുവിൻ്റെ ഒരു ബേസിസ് നമ്മൾ എടുക്കുന്നു. ഇനി എന്ത് ചെയ്യുക, നമുക്കറിയാം യു എന്ന് പറയുന്ന വിയുടെ സബ്സ്പേസ് ആണ്. അപ്പോൾ ഈ ഇ നോട്ട് എന്ന് പറയുന്ന അവിടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണല്ലോ. നമ്മളിതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബിയുടെ ഒരു ബേസാക്കി മാറ്റുന്നു. ആ ബേസാണ് ഇ ഈസിക്കൽ ഇ നോട്ട് യൂണിയൻ വി വൺ കോമേഴ്സ് വി എം ഫോർ വി. ഓക്കെ, ഇനി നോട്ടീസ് ദാറ്റ് സ്മോൾ വി ബിലോങ്സ് ടു ക്യാപിറ്റൽ വി. നമ്മൾ സ്മോൾ വി ക്യാപിറ്റൽ വി എന്ന് എടുക്കുന്നു. ഇനി യു എന്ന് പറയുന്നത് ടി ഇൻവേരിയൻ്റ് ആയതുകൊണ്ട് ടി യു ജെ, ഈ യു ജെകളെല്ലാം എവിടെ ഉള്ളതാണ്? അതിൻ്റെ ബേസിസ് അല്ലേ, യുവിൻ്റെ ബേസിസ് അല്ലേ. അപ്പം യു എന്ന് പറയുന്നത് ടി ഇൻവേരിയൻ്റ് ആയതുകൊണ്ട് ടി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ടി യു ജെകളെല്ലാം യുയിൽ തന്നെ കിടക്കും അല്ലേ. സോ ദർ എക്സിസ് നമുക്ക് ടി യു ജെ ബിലോങ്സ് ടു യു ആയതുകൊണ്ട് ദർ എക്സിസ് സ്കെയിലേഴ്സ് എ ജെ ബി എ ജെ ആൻഡ് സി എ ജെ സച്ച് ദാറ്റ്. ബാക്കി അടുത്ത PDF നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? A11U1 കാരണം TU1 യുവിലുണ്ട്. യുവിൻ്റെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയേക്കോ TU1 A11U1 പ്ലസ് എക്സ്ട്രാ പ്ലസ് AK1 UK. TUK വരെ ഉള്ളതിനെ അങ്ങനെ എഴുതി. ഇനി TV1 എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉള്ളതാണ്, ക്യാപിറ്റൽ വിയിലുള്ളതാണ്. അതിനെ നമ്മൾ മൊത്തത്തിലുള്ള എക്സ്റ്റെൻഡഡ് ബേസിസിൻ്റെ ടേംസിൽ എഴുതി. എന്നിട്ട് ഇതിനെ ടി വിത്ത് റെസ്പെക്ട് ടു ഇ എന്ന് പറയുന്ന ബേസിസിൽ എഴുതുമ്പം പിന്നെ TU1 എന്നതിൽ നമുക്ക് അറിയാം യുവിൻ്റെ ബേസിസ് മാത്രമേ ഉള്ളൂ, ബാക്കി എക്സ്റ്റെൻഡ് ചെയ്ത സാധനങ്ങൾ വരുന്നില്ലല്ലോ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിലറുകളെല്ലാം നമ്മൾ 0 ആയിട്ട് കൊടുക്കണം. കാരണം നമ്മൾ ടി വിത്ത് റെസ്പെക്ട് ടു ഇ ആണ് എടുത്തിരിക്കുന്നത്. എക്സ്റ്റെൻഡഡ് ബേസിസിൻ്റെ മെട്രിക്സ് ആണ് എഴുതുന്നത്. അപ്പോൾ ആ TUK വരെ ഉള്ളതിൻ്റെ അങ്ങനെ എഴുതി. അതിന് ശേഷമുള്ളതിൻ്റെ താഴോട്ട് ഇങ്ങനെ ഫുൾ എഴുതി വെച്ചേക്കുവാണ്. അപ്പോൾ ഈ എകളെല്ലാം കൂടെ ക്യാപിറ്റൽ എ, ബികളെല്ലാം ക്യാപിറ്റൽ ബി, സികളെല്ലാം ക്യാപിറ്റൽ സി ഇങ്ങനെ കൊടുത്തു. വേറെ എ ഈസ് ഈക്വൽ ടു ടി റെസ്ട്രിക്റ്റഡ് ടു യു. ഇനി എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ടി റെസ്ട്രിക്റ്റഡ് ടു യുവിനെ വിത്ത് റെസ്പെക്ട് ടു ഇ നോട്ട് എന്ന് പറയുന്ന ബേസിൽ എഴുതുമ്പോൾ കിട്ടുന്നതാണ് എ. ബി ബിലോങ്സ് ടു എഫ് റൈസ് ടു കെ ബൈ എം എന്ന് കൊടുക്കാം. ഇനി 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ 0 മെട്രിക്സ് ആണ്. സി ബിലോങ്സ് ടു എഫ് റൈസ് ടു എം ബൈ എം. അത് അതിൻ്റെ സൈസ് നോക്കി അങ്ങ് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. C11 മുതൽ CMM വരെ എന്ന് പറയുമ്പോൾ എം ബൈ എം ആണല്ലോ സൈസ്. ഇനി ഡിറ്റർമിൻ്റ്, ഇത് നമ്മൾ മൊത്തത്തിൻ്റെ ഡിറ്റർമിൻ്റ് ടി മൈനസ് ഇ ഐ മൈനസ് സ്മോൾ ടി, അതായത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ അത് കണ്ടുപിടിച്ച് നോക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? ഇതൊരു ബ്ലോക്ക് ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണലിൽ 2 ബ്ലോക്ക് മെട്രിക്സ് എയും സിയും 2 മെട്രിക്സസ് വരുന്നുണ്ട്. അങ്ങനെയുള്ളതിനെ ബ്ലോക്ക് ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പം ബാക്കി താഴെ 0 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പിന്നെ ഡിറ്റർമിൻ്റ് കണ്ടുപിടിക്കാൻ ഈ ഓരോ ബ്ലോക്കിൻ്റെ ഡിറ്റർമിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഡിറ്റർമിൻ്റ് ടി വിത്ത് റെസ്പെക്ട് ടു ഇ മൈനസ് ടി ഐ സീറോ, ഡിറ്റർമിൻ്റ് ടി റെസ്ട്രിക്റ്റഡ് ടു യു വിത്ത് റെസ്പെക്ട് ടു ഇ നോട്ട് മൈനസ് ടി ഇൻറ്റു ഐ കെ ഇൻറ്റു ഡിറ്റർമിൻ്റ് സി മൈനസ് ടി ഇൻറ്റു ഐ എം എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിലുള്ള ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ടി റെസ്ട്രിക്റ്റഡ് ടു യു, അല്ല ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ടി ആണ്. റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന അകത്ത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ടി റെസ്ട്രിക്റ്റഡ് ടു യു ആണ്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് കിട്ടിയില്ലേ? ഈ എ എന്ന് പറയുന്ന മെട്രിക്സ്, ക്യാപിറ്റൽ എന്ന് പറയുന്ന മെട്രിക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ യുവിൻ്റെ അതായത് ഇ നോട്ട് എന്ന് പറയുന്ന ബേസിസിൻ്റെ ടേംസിൽ നമ്മൾ ഈ പറഞ്ഞ ടി വിത്ത് റെസ്പെക്ട് ടു ഇ നോട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ്. ഇ നോട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇ നോട്ടിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ U1 മുതൽ UK വരെ ഉള്ളത്. അതിൻ്റെ ഇമേജ് കണ്ടുപിടിച്ചിട്ട് ഇ നോട്ടിൽ തന്നെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ കിട്ടുന്നതാണല്ലോ ക്യാപിറ്റലേ. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ എഴുതിയിരിക്കുന്നത്.
ഇനി അടുത്തത് വി സിക്കൽ യു ഡയറക്ഷൻ ഡബ്ല്യു എന്ന് എഴുതുകയെന്ന് വിചാരിക്കുക. യുവും ഡബ്ല്യുവും ടി ഇൻവേരിയൻ്റ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പ്രൂഫ് ഓഫ് 1 അനുസരിച്ച് നമ്മൾ E0 എന്ന് പറയുന്ന യുവിൻ്റെ ഒരു ബേസിസ് എടുക്കുന്നു, E1 എന്ന് പറയുന്ന ബേസിസ് ഓഫ് ഡബ്ല്യു എടുക്കുന്നു. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ വിയുടെ ബേസിസ് ആവും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഈ ഡയറക്ഷൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചതാണ്. നൗ ദ ടി ഇൻവേരിയൻസ് ഓഫ് ഡബ്ല്യു ഇംപ്ലൈസ് ദാറ്റ് ദി സ്കെയിൽ ആസ് BH ഇൻ പ്രൂഫ് ഓഫ്. അപ്പോൾ ഈ ഡബ്ല്യുവും ടി ഇൻവേരിയൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ E0ൻ്റെ ആദ്യത്തെ എന്താ പറയുക, E0ൻ്റെ നമ്മൾ ചെയ്തപ്പോഴേ TU1 മുതൽ TUK വരെയുള്ളത് കിട്ടിയതുപോലെ തന്നെ ഇവിടെ കിട്ടും ക്യാപിറ്റൽ യുവിൻ്റെ ബേസ്. രണ്ടാമത് ഡബ്ല്യുവിൻ്റെ ബേസ് ചെയ്യുമ്പം അതും ടി ഇൻവേരിയൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡബ്ല്യുവിൻ്റെ മാത്രം ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ടായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഈ മേളിൽ U1 മുതൽ UK വരെയുള്ള സംഭവങ്ങളൊന്നും കാണത്തില്ല, കാരണം എക്സ്റ്റെൻഡ് ചെയ്യുന്ന ബേസിസിലല്ല, രണ്ടിന് സെപ്പറേറ്റ് ബേസിസാണ്. അപ്പോൾ ആ പറഞ്ഞ എന്താണ് ഈ ക്യാപിറ്റൽ ബിയുടെ സ്ഥാനത്ത് നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. ബാക്കി പറഞ്ഞ എന്താ പറയുക, ഒരു സെറ്റ് എന്ന് പറയുന്ന E0ൻ്റെ ബേസിസും ബാക്കി വരുന്ന E1 എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ബേസിസും. E0ത്തിനകത്തിൽ വരുന്ന ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടിനും സെപ്പറേറ്റ് ബേസിസാണ്. അപ്പോൾ നമ്മളതിനെ സെപ്പറേറ്റായിട്ട് രണ്ടും ചേർത്ത് വെക്കുമ്പോഴുള്ള ഈയുടെ ടേംസിൽ എഴുതുമ്പം ആദ്യത്തേൻ്റെ അത്രയും ഭാഗം ക്യാപിറ്റൽ എയും കിട്ടും, രണ്ടാമത്തേൻ്റെ ആ ബി ഇത് കിട്ടത്തില്ല, ബി എന്ന് പറയുന്നത് കിട്ടത്തില്ല. ബി എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത ബേസിസ് യുവിൻ്റേത് ഡബ്ല്യുവിൻ്റേത് എക്സ്റ്റെൻഡ് ചെയ്ത ബേസിസ് അല്ലല്ലോ, ബാക്കിയാണ്, വേറേതാണ്. അപ്പം എയും 0 0 ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിറ്റർമിൻ്റ് ഇതേപോലെ ഡിറ്റർമിൻ്റ് TE മൈനസ് TA ഈസ് ഈക്വൽ ടു നമുക്ക് T റെസ്ട്രിക്റ്റഡ് ടു യു E0 ആണ് ആദ്യത്തെ എ എന്ന് പറയുന്ന മെട്രിക്സ്, രണ്ടാമത്തെ T റെസ്ട്രിക്റ്റഡ് ടു യു E1 ആണ് രണ്ടാമത്തെ ആ സി എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റാണ്. ഇപ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ടിയുടെ സ്കാറ്ററിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഡബ്ല്യുവിൻ്റെ യുവിൻ്റെയും ടിയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലോ T റെസ്ട്രിക്റ്റഡ് യുവിൻ്റെ T റെസ്ട്രിക്റ്റഡ് ടു ഡബ്ല്യുവിൻ്റെയും T റെസ്ട്രിക്റ്റഡ് യുവിൻ്റെ T റെസ്ട്രിക്റ്റഡ് ഡബ്ല്യുവിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ പ്രോഡക്റ്റ് ആണെന്നാണ് ഇതിന് കിട്ടുന്നത്.